അമ്മൂസ് എന്ത് വെച്ചാ മമ്മിക്ക് ഈ ചൈനീസ് റോൾ ഇഷ്ടപ്പെട്ടില്ലല്ലേ? എനിക്ക് ഇഷ്ടമാണ്. മമ്മിക്ക് ഇവിടെ ഇരിക്കുന്നതിൽ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട? ചേമ്പല ഇഷ്ടപ്പെട്ട? കലാത്തിയ അത് ഇഷ്ടപ്പെട്ടോ? അതിന്റെ ഡിഫറെന്റ്, അത് വെറൈറ്റിയാ. ചുമപ്പോ അതും കലാത്തിയ. ഞങ്ങൾ ബണ്ണിങ്സിൽ പോയാൽ ഞാനും മമ്മിയും കൂടെ ചെടിയുടെ ഭാഗത്തേക്ക് പോകും. ഞങ്ങൾ അവിടെ കാണുകയെന്ന് പറഞ്ഞിട്ട് ഇച്ച ആവശ്യമുള്ള സാധനം എന്താണോ മേടിക്കാൻ വന്നത് അങ്ങോട്ടും പോകും. ഈ പലതരം പൂക്കൾ, പലതരം കളറുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഈ ജമന്തി ഫ്രോസ്റ്റ് ടോളറൻ്റ് ആണ്. കാടലിൽ നശിച്ചു പോകാത്ത ചെടികൾ മേടിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വയ്ക്കാം. ഞാൻ പറയായിരുന്നു ദേ അവിടെ കാട് പോലെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കളയുന്ന സാധനങ്ങളാണ് അവിടെ നല്ല പൈസയ്ക്ക് അവിടെ വെച്ചേക്കുന്നത്. സ്പൈഡർ പ്ലാന്റിന് ഇത് $39. ഈ കാട് പോലെ നിൽക്കുന്ന വാണ്ടറിങ് ജൂവിൻ്റെ ഒരു ചെറിയ വെറൈറ്റിക്ക് $19. അപ്പം ഞാൻ മമ്മിയോട് പറയുമായിരുന്നു, മമ്മിക്ക് ഇതെല്ലാം കാട് ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് വില കാണിച്ചു കൊടുക്കുമായിരുന്നു. പൂ കാണിച്ചു. നല്ല മമ്മിക്ക് പൂക്കളുള്ള ചെടികളോടാണ് ഇഷ്ടം കൂടുതൽ. ഈ ഡാലിയൊക്കെ മമ്മിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല, കാരണം അവിടെ ഡാലിയ കുറച്ചൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഈ കളറിലെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മെയിൻലി വന്നത് കുറച്ച് സീഡ്ലിങ്സ് മേടിക്കാനാണ്. നിങ്ങൾ അത് നടുന്നതൊക്കെ ഓൾറെഡി കണ്ടു കാണും. ഇത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇത് കലാഞ്ചോയ്ക്കൊക്കെ എത്ര ഡോളറാന്ന് നോക്കിയാൽ ചെറിയ ചട്ടിക്കൊക്കെ $19. നമ്മുടെ ജെറേനിയം, പിന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കാട് പിടിച്ച് കിടക്കുന്ന സക്കുലൻസ്, ഇതിനൊക്കെ നല്ല പൈസയാണ്. ദേ $10 $11 ആ ചെറിയൊരു ചട്ടി. സ്ട്രിങ് ഓഫ് പേൾസും ബനാനാസിനും എല്ലാത്തിനും $10-12. മമ്മി പറയായിരുന്നു കമേലിയസൊക്കെ ഇപ്പോൾ നാട്ടിൽ മേടിക്കാൻ കിട്ടുമെന്ന്. അറിയില്ല അത് പൂക്കുവോ എങ്ങനെയാണ്. അതിന് തണുപ്പ് വേണ്ടിയ ചെടിയാണ്. ഇനി ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളർത്തിയെടുക്കുന്ന ആയതുകൊണ്ട് ചിലപ്പം നല്ലതായിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് സീഡ്ലിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്താണ് തൈകളുള്ളത്. അപ്പോൾ കുറച്ച് വിൻ്റർ വെജിറ്റബിൾസിൻ്റെ തൈകളാണ് എടുക്കുന്നത്. ബ്രോക്കോളി, കോളിഫ്ലവർ, പിന്നെ ലെറ്റൂസ്, അങ്ങനെ കുറച്ച് പച്ചക്കറികൾ വിൻ്ററിൽ ഉണ്ടാകുന്നതാണ്. ക്യാബേജ്, ബ്രസീൽ സ്പ്രൗട്ട്. പിന്നെ ഈ വിൻ്റർ തുടങ്ങുന്നതിന് ഒത്തിരി തണുപ്പില്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്നോ പീസ് നട്ടാലുണ്ടാവേ. ഇവിടെ ക്യാൻബറയിൽ അധികം ഉണ്ടാകത്തില്ല, കാരണം ഫ്രോസ്റ്റ് വീഴുന്ന സ്ഥലമായതുകൊണ്ട്. ഇത്രയും ഇരിക്കുന്നതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരെണ്ണമെങ്കിലും അധികമുള്ള പോട്ടാണ് ഈ തപ്പി പിടിക്കുന്നത്. അമ്മ വിളിച്ചു, അമ്മ അപ്പ വിളിച്ചു, എന്നിട്ടൊന്നും അപ്പ എടുക്കുന്നു പോലുമില്ല. ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് ചെടികളാണ് ഇരിക്കുന്നത്. പാഷൻ ഫ്രൂട്ടും പിന്നെ മുന്തിരിയുടെ കുറേ വെറൈറ്റി ഇപ്രാവശ്യം കണ്ടേ, അതുകൊണ്ട് ഒരു മുന്തിരിയുടെ വെറൈറ്റി എടുത്തു. അമ്മൂസ് എന്ത് വെച്ചാ എടി പെണ്ണെ അമ്മ ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു ബെറി കാണുന്നത്, ജോസ്റ്റാ ബെറി. ഇതെല്ലാം കുറേ ബെറീസ് വീട്ടിലുണ്ട്. അതുകൊണ്ട് $9 ഓഫറിനൊക്കെയാണ് കിടന്നത്, പക്ഷെ മേടിച്ചില്ല. പിള്ളേർക്ക് വേണ്ടിയുള്ള അവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ 1-2 ടേബിളിൽ. ഇത് ചുമ്മാ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് പെയിൻറ്റിങ്ങിന് ഫേസ് പെയിൻറ്റിങ്ങിന് പകരം അവർ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിനകത്ത് കുറച്ച് പശ ചെയ്യിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സും കൂടെ ഇട്ട് ചുമ്മാ പിള്ളേർക്കൊരു രസം. Say thank you. Thank you. That's okay. Right, well,
പിന്നെ അവരവിടെ പെയിൻറ്റിങ്ങിനുള്ള കുറച്ച് സാധനങ്ങളൂടെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം പെയിൻ്റൊക്കെ ചെയ്തു. ഇതുണ്ട് ഓപ്പോസിൻ്റെ ബ്ലൂയി. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചത് ഇപ്രാവശ്യം. ഒരു പോട്ട് മേടിക്കാൻ വേണ്ടി പോയതാണ്. ഈ ഒരു പോട്ട് മേടിക്കാൻ വേണ്ടി പോയതാണ് ഫിഡിൽ ലീഫിൻ്റെ ഒരു ചെടി നടാനായിട്ട്. കുറച്ച് പോട്ട് മിക്സ് മേടിച്ചു, ചാണകം മേടിച്ചു വളമായിട്ട്, പിന്നെ ഇത്രയും സാധനങ്ങൾ.